ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. നിലമ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്ന് ഇന്നറിയാം. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങും. സർവകലാശാല വൈസ് ചാൻസലർമാരുടെ ദ്വിദിന ദേശീയ സമ്മേളനം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് നോയിഡയിൽ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റ്, സംസ്ഥാന നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനം ഇന്ന് മുംബൈയിൽ. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ഇന്ത്യ ഇംഗ്ലണ്ട് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ലീഡ്. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്ന് ഇന്നറിയാം. എൽഡിഎഫ് സ്ഥാനാർത്ഥി സിപിഐഎമ്മിലെ എം സ്വരാജും യുഡിഎഫിലെ ആര്യാടൻ ഷൌക്കത്തും എൻഡിഎയിലെ മോഹൻ ജോർജും സ്വതന്ത്രൻ പി വി അൻവറും തമ്മിലാണ് പ്രധാന മത്സരം. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങും. പോളിംഗ് ശതമാനം 75.87%. മലപ്പുറം ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട്. ഒരു റൌണ്ടിൽ 14 ബൂത്തുകൾ എന്ന കണക്കിൽ 19 റൌണ്ടുകളായാണ് ആകെയുള്ള 263 ബൂത്തുകളിലെ 1,76,070 വോട്ടുകൾ എണ്ണുക. യുഡിഎഫിന് ലീഡ് പ്രതീക്ഷിക്കുന്ന വഴിക്കടവിലെ 46 ബൂത്തുകളെ തുടർന്ന് മൂത്തേടം, എടക്കര, പോത്തുകല്ല് പഞ്ചായത്തുകളിലൂടെ വോട്ടെണ്ണൽ പുരോഗമിക്കും. മൂത്തേടം, എടക്കര എന്നിവിടങ്ങളിൽ യുഡിഎഫ് പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ പോത്തുകല്ലിൽ എൽഡിഎഫ് ആണ് മുന്നിൽ വരാറുള്ളത്. ഈ 4 പഞ്ചായത്തുകളിലുമായുള്ള 126 ബൂത്തുകൾ, അതായത് 9ാം റൌണ്ട് പൂർത്തിയാകുമ്പോൾ നിലമ്പൂർ ആർക്കൊപ്പം എന്നതിന്റെ ഏകദേശ സൂചന ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ചുങ്കത്തറ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, കരുളായി എന്നിവിടങ്ങളിലൂടെയാണ് അടുത്ത റൌണ്ടുകൾ മുന്നേറുന്നത്. ഇതിൽ ചുങ്കത്തറ യുഡിഎഫ് നേട്ടം പ്രതീക്ഷിക്കുമ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഒപ്പത്തിനൊപ്പവും കരുളായിൽ എൽഡിഎഫും ലീഡിലേക്ക് എത്തുമെന്നാണ് മുൻകാല കണക്കുകൾ പറയുന്നത്. അവസാനം എണ്ണുന്ന അമരമ്പലം തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ജേതാവിനെ നിർണ്ണയിക്കുന്നതിൽ വഴിത്തിരിവാവുക. വോട്ടെണ്ണൽ 17 റൌണ്ട് പൂർത്തിയാക്കി അമരമ്പലത്തിലേക്ക് എത്തുമ്പോൾ വിജയം ഏറെക്കുറെ ഉറപ്പാക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് എൽഡിഎഫിനുള്ളത്. എന്നാൽ വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറ്റമാണ് യുഡിഎഫ് വിജയത്തിനാധാരമായി കണക്കാക്കുന്നത്. എൻഡിഎ സ്ഥാനാർത്ഥിയും പി വി അൻവറും നേടുന്ന വോട്ടുകൾ എല്ലായിടങ്ങളിലും നിർണായകമാകും. 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലും ഇന്നാണ്. ഗുജറാത്തിൽ 2ഉം പശ്ചിമബംഗാൾ, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. രാജ്യത്തെ സർവകലാശാലകളുടെ അസോസിയേഷൻ എഐയു സ്ഥാപിതമായതിന്റെ 100 വർഷം ആഘോഷിക്കുന്നതിന് ചേരുന്ന വൈസ് ചാൻസലർമാരുടെ ദ്വിദിന ദേശീയ സമ്മേളനം ഇന്ന് നോയിഡയിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഉദ്ഘാടനം ചെയ്യും. അമിനിറ്റി സർവകലാശാലയിലാണ് ചടങ്ങ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാവി സങ്കല്പത്തിൽ ഇന്ത്യയുടെ നിർണായക പങ്ക് എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. രാജ്യത്തെ 300ഓളം വൈസ് ചാൻസലർമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കൂടാതെ 200ഓളം പേർ വെർച്വലായും പങ്കെടുക്കും. പാർലമെന്റിന്റെയും സംസ്ഥാന നിയമസഭകളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനം ഇന്ന് മുംബൈയിൽ ആരംഭിക്കും. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സമ്മേളനം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭരണ സമ്പദ്വ്യവസ്ഥയിൽ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് ബജറ്റ് എസ്റ്റിമേറ്റുകളുടെ ഫലപ്രദമായ നിരീക്ഷണത്തിലും അവലോകനത്തിലും എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ പങ്കിനെക്കുറിച്ച് ചർച്ച നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു നടത്തിയ പ്രസംഗങ്ങളെ അടിസ്ഥാനമാക്കിയ വിങ്സ് ടു അവർ ഹോപ്സ് വോള്യം 2 പുസ്തകം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വൈകിട്ട് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. ചടങ്ങിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ എന്നിവരും പങ്കെടുക്കും. പുസ്തകത്തിന്റെ ഈ പതിപ്പ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ലഭ്യമാകും. പശ്ചിമേഷ്യയിൽ 2 ആഴ്ചയായി തുടരുന്ന ഭൌമ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഗവൺമെന്റ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കുറച്ച് വർഷങ്ങളായി പ്രകൃതിവാതകങ്ങളുടെ വിതരണത്തിൽ വൈവിധ്യവൽക്കരണം നടപ്പാക്കിയിട്ടുണ്ടെന്നും ഹോർമുസ് കടലിടുക്ക് വഴി വിതരണം കാര്യമായി ഇല്ലെന്നും കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. മാർക്കറ്റിംഗ് കമ്പനികൾക്ക് വിവിധ റൂട്ടുകൾ വഴി ഇന്ധനം ലഭിക്കുന്നുണ്ടെന്നും ഇന്ധന വിതരണത്തിൽ സ്ഥിരത ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണവാതക ഷിപ്പിംഗ് റൂട്ടായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ പാർലമെന്റ് ഏകകണ്ഠമായി തീരുമാനമെടുത്തു. ഫോർഡോ, നതാൻസ്, ഇൻഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ യുഎസ് നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നാണിത്. അടച്ചുപൂട്ടൽ നടപ്പാക്കാൻ അന്തിമ അധികാരം ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിനാണ്. ഔപചാരിക ഉത്തരവ് ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല. പാർലമെന്റിന്റെ തീരുമാനം ആഗോള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം.
ഇറാനുമായി അമേരിക്ക യുദ്ധത്തിലല്ലെന്നും അവരുടെ ആണവ പദ്ധതിക്കെതിരായാണ് അമേരിക്ക നിലകൊള്ളുന്നതെന്നും യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് പറഞ്ഞു. അമേരിക്ക നയതന്ത്രവാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം അമേരിക്കൻ ടെലിവിഷനോട് വ്യക്തമാക്കി. സമാധാനപരമായ പരിഹാരമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെന്നും നയതന്ത്ര നീക്കത്തിന് ഇറാൻ ഒരിക്കലും യഥാർത്ഥ അവസരം നൽകിയില്ലെന്നും ജെഡി വാൻസ് ആരോപിച്ചു. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനിടെ ഇറാനെതിരെ യുദ്ധവിമാനങ്ങൾക്കായി അമേരിക്ക ഇന്ത്യയുടെ വ്യോമാതിർത്തി ഉപയോഗിച്ചെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് വ്യക്തമാക്കി. ഓപ്പറേഷനുവേണ്ടി യുഎസ് വിമാനങ്ങൾ ഉപയോഗിച്ച വ്യോമപാതയെക്കുറിച്ച് അമേരിക്കൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ പ്രത്യേക വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ടെന്നും പിഐബി വ്യക്തമാക്കി. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലട്ടിയുടെ ഇന്ന് ആരംഭിക്കാനിരുന്ന ഇന്ത്യാ സന്ദർശനം മാറ്റിവച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ അംഗം കോങ്ബ്രൈ ലാപ്തം നങ്തോയ് ശർമ്മയുടെ മൃതദേഹം ഇന്നലെ മണിപ്പൂരിലെ വീട്ടിലെത്തിച്ചു. ഉച്ചയോടെ ഇംഫാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച ഭൌതിക ശരീരത്തിൽ മണിപ്പൂർ ചീഫ് സെക്രട്ടറി പ്രശാന്ത് കുമാർ സിംഗ് ഉൾപ്പെടെ നിരവധി പ്രമുഖർ പുഷ്പാർച്ചന നടത്തി. ഇന്ന് ഐക്യരാഷ്ട്ര സംഘടന പൊതുസേവന ദിനം. ആഗോളതലത്തിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ പൊതുപ്രവർത്തകരുടെ സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 23-ന് യുഎൻ പൊതുസേവന ദിനം ആചരിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. കായിക മേഖലയിലും ആരോഗ്യകരമായ ജീവിതശൈലിയിലും ജനങ്ങളെ ആകർഷിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത്. കൂടുതൽ പ്രചോദനത്തിനും കൂട്ടായ്മയ്ക്കും സന്തോഷത്തിനും വേണ്ടി നമുക്ക് ഒന്നിച്ചു നീങ്ങാം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്. ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വൈകിട്ട് 4-ന് തിരുവനന്തപുരം മാനവീയം വീതിയിൽ നിന്ന് ആരംഭിക്കുന്ന കൂട്ടയോട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി.ടി. ഉഷ, മന്ത്രിമാരായ വി. ശിവൻകുട്ടി, എം.പി. രാജേഷ്, ചീഫ് സെക്രട്ടറി ഡോക്ടർ എ. ജയതിലക്, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു. ഷറഫലി എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് കൂട്ടയോട്ട സമാപനം. കോഴിക്കോട്ട് ഒളിമ്പിക് ദിനാചരണം വൈകിട്ട് മാനാഞ്ചിറ സ്ക്വയറിൽ മന്ത്രി എ. കെ. ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഒളിമ്പിക് ദീപശിഖ തെളിയിക്കും. പാലക്കാട് ഒളിമ്പിക് ദീപശിഖ റാലി രാവിലെ വിക്ടോറിയ കോളേജ് പരിസരത്ത് വി. കെ. ശ്രീകണ്ഠൻ എം.പി. ഫ്ളാഗ് ഓഫ് ചെയ്യും. കോട്ട മൈതാനത്ത് സമാപന പരിപാടി മന്ത്രി കെ. കൃഷ്ണൻകുട്ടിയും ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്നിനെതിരെ കായികമെന്ന സന്ദേശമുയർത്തി കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രാവിലെ കണ്ണൂരിൽ ഒളിമ്പിക് റണ്ണ് സംഘടിപ്പിക്കും. മുനിസിപ്പൽ സ്റ്റേഡിയത്ത് നിന്ന് ആരംഭിച്ച് കണ്ണൂർ നഗരം ചുറ്റി മുനിസിപ്പൽ സ്റ്റേഡിയത്ത് തന്നെ റൺ അവസാനിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ലീഡ്. ലീഡ്സിൽ ഇംഗ്ലണ്ടിനെ 465 റൺസിന് പുറത്താക്കിയാണ് ഇന്ത്യ 6 റൺസിന്റെ ലീഡ് നേടിയത്. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 471 റൺസാണ് എടുത്തത്. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 90 റൺസ് എടുത്തു. വൈകിട്ട് 3:30-ക്ക് മത്സരം പുനരാരംഭിക്കും. 78ാമത് സീനിയർ നാഷണൽ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പിന് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലെ ഇൻഡോർ അക്വാറ്റിക് സെന്ററിൽ തുടക്കമായി. സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ 400-ലധികം താരങ്ങൾ മാറ്റുരയ്ക്കും. ബെൽജിയത്തിൽ എഫ്ഐഎച്ച് പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തോൽവി. 3-നെതിരെ 4 ഗോളിന് ആതിഥേയരായ ബെൽജിയമാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. വനിതാ ഹോക്കിയിലും എതിരില്ലാത്ത 2 ഗോളിന് ഇന്ത്യ ആതിഥേയരോട് പരാജയപ്പെട്ടു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. പാലക്കാട് കമ്പാലത്തറ ഡാമിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. പുതുനഗരം സ്വദേശി കാർത്തിക്, അഴീക്കോട് സ്വദേശി വിഷ്ണുപ്രസാദ് എന്നിവരാണ് മരിച്ചത്. ട്രെയിനിൽ നിന്ന് തെറിച്ചുവീണ് കാഞ്ഞങ്ങാട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. ആലക്കോട്ട് കാർത്തികപുരത്തെ അബി കെ ബിനുവാണ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനടുത്ത് ഇന്നലെ മരിച്ചത്. 22 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ ജനാധിപത്യ ധ്വംസനങ്ങളെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് അറിവ് പകർന്നു കൊടുക്കണമെന്ന് ഗോവ ഗവർണർ പി. ശ്രീധരൻപിള്ള അഭിപ്രായപ്പെട്ടു. അടിയന്തരാവസ്ഥ പാഠവും പഠനവും എന്ന വിഷയത്തിൽ വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്ന് ഇന്നറിയാം. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങും.
സർവകലാശാല വൈസ് ചാൻസലർമാരുടെ ദ്വിദിന ദേശീയ സമ്മേളനം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇന്ന് നോയിഡയിൽ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റ് സംസ്ഥാന നിയമസഭ എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ 2 ദിവസത്തെ ദേശീയ സമ്മേളനം ഇന്ന് മുംബൈയിൽ. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ഇന്ത്യ ഇംഗ്ലണ്ട് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി ക്രിക്കറ്റ് ടെസ്റ്റിൽ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് ലീഡ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.